നമസ്കാരം. ഇന്നിപ്പോൾ ഒരു പൊള്ളാച്ചി യാത്രയായിട്ട് എത്തിയിട്ടേ ഉള്ളൂ. ഏതാണ്ട് 80ഓളം കിലോമീറ്റർ ഈ ഒരു സസ്യത്തിന് വേണ്ടി നമ്മൾ പൊള്ളാച്ചി വരെയും പോകേണ്ടി വന്നു. സിദ്ധവൈദ്യത്തിലെ വലിയ കായത്തിരുമേനി തൈലം ഏറ്റവും ഫലപ്രദമാണ്. എന്തിനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുവേദന, ചതവ്, ഉളുക്ക്, നീർക്കെട്ട് ഇതിനൊക്കെ വളരെയധികം ഉപയോഗിച്ച് വരുന്നൊരു ഔഷധമാണ് വലിയ കായത്തിരുമേനി തൈലം. അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഔഷധമാണ് തൈവേള. അപ്പോൾ ഇതിൻ്റെ ഇല നോക്കി നോക്കും, വലിയ ഇലയാണ്, വെളുത്ത നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ തന്നെ ഇരുന്നിട്ട് കണ്ടുപിടിക്കുന്നത് ഇത് എവിടെ നിൽക്കുന്നത്. ഉള്ളിടത്ത് ഇത് കൂട്ടമായിട്ടുണ്ടാവും, പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത് കണ്ടു കിട്ടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തമിഴ്നാട് വരെ പോകേണ്ടി വരുന്നത്. നമ്മുടെ പാലക്കാടൊക്കെ ആയിട്ട് ഇത് കണ്ടുവരുന്നത് ഇതിൻ്റെ ഒരു സഹോദരനായിട്ട് വരും. നായ്വേള, നായ്ക്കട എന്ന് പറയുന്ന ഔഷധമാണ്. അതിന് മഞ്ഞ പൂക്കളായിരിക്കും, കുറച്ചും കൂടെ ചെറിയ ഇലകളായിരിക്കും. രണ്ടും വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാം. തലവേദനയ്ക്ക് നല്ലതാണ്, നീർക്കെട്ടിന് നല്ലതാണ്. ചെവിവേദനയുള്ളപ്പോൾ തൈവേളയും കറിവേളയും നല്ലപോലെ ഞെരടിയിട്ട് അതിൻ്റെ ചാറ് ഇടത് ചെവിയിലാണ് വേദനയെങ്കിൽ വലത്തേ കാലിലും, വലത്തേ ചെവിയിലാണെങ്കിൽ ഇടത്തേ കാലിലും ഇറ്റിക്കുകയാണെങ്കിൽ വേഗം തന്നെ അത് മാറിക്കിട്ടുന്നതാണ്. ഇതേപോലെ പല്ലുവേദനയ്ക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. തൈവേള ചേർത്ത് ഉണ്ടാക്കുന്ന ഈ വലിയ കായത്തിരുമേനി തൈലം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മർമ്മക്ഷതങ്ങൾ, മുട്ടുവേദന, നടുവേദന പോലത്തെ അവസ്ഥകളാണ്. കാരണം അത് ഹീലിംഗ് വളരെ വേഗത്തിലാക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. തലസംബന്ധമായ അസുഖങ്ങളിലും കഫക്കെട്ട്, വെർട്ടിഗോ പോലത്തെ അവസ്ഥകളിൽ ഇത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് വരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം. ഇത് ഉണ്ടാക്കുന്ന രീതി, അതേപോലെ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് അതിൽ വിശദീകരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.